വെൽക്കം ടു ഷിവാസ് റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി ബദാം ഹൽവയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് ബദാമാണ് എടുത്തിരിക്കുന്നത്. സെയിം 1 കപ്പ് പഞ്ചസാര, 200 ml പാല്, 1 ഗ്രാം കുങ്കുമപ്പൂവ്, 150 ml നെയ്യ്. ഇത്രയുമാണ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി ബദാം ഒന്ന് ചെറുതായി ഒന്ന് അരച്ചെടുക്കണം. 1 മണിക്കൂർ ചൂടുവെള്ളത്തിൽ നിന്ന് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമാണ്. അതിലേക്ക് അല്പം പാല് ചേർത്ത് ചെറിയ തരിയോടുകൂടി അരച്ചെടുത്തു. ഇനി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് അല്പാൽപമായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലും ബദാമും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. മിക്സിലേക്ക് ഒരു 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂവും നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ്, അത് മുഴുവനായി ചേർത്ത് കൊടുത്തു. പഞ്ചസാര ചേർത്തതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും കുങ്കുമപ്പൂവിൻ്റെ നിറമൊക്കെ നമുക്ക് ആ മഞ്ഞ നിറമൊക്കെ അതിലേക്ക് വന്ന് തുടങ്ങും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സാക്കി കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മിക്സിലേക്ക് പഞ്ചസാരയൊക്കെ നന്നായി ഉരുകി വന്ന് അതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ നിറമൊക്കെ അതിലേക്ക് വന്ന് തുടങ്ങി. നമ്മൾ ഇതിനകത്ത് കുങ്കുമപ്പൂ മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഫുഡ് കളറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, നമ്മൾ കൈ എടുക്കാതെ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു, ആ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നത് ആ പരുവം വരെ നമുക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ചൂട് പാത്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് സെർവ് ചെയ്യാം. 45 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണിത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.